guys, welcome to my channel. Today's video is different in two ways. First, it's not a DIY, it's not a recipe, it's not anything to do with craft. It is about my hair. And the second, this one is going to be in Malayalam. The reason I'm putting this out in Malayalam is because I felt there's really a lack of information out there on the curly girl method in Malayalam. So this is specifically for my sisters in Kerala. But if you're a curly girl and you cannot understand Malayalam, I'm really sorry. But do try turning on the subtitles, else you can also check out the curly girls I have linked on my description box below. They are the ones who really helped me through my journey, so I'm sure you can find something useful out there. ആദ്യം തൊട്ട് തുടങ്ങാം. എൻ്റെ പേര് ദിവ്യ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേർലി ഗേൾ അല്ലെങ്കിൽ CG മെത്തേഡിനെ കുറിച്ചാണ്. എന്നോട് പലരും ചോദിക്കാറുള്ള കാര്യമാണ്, മുടി ഇങ്ങനെ ചുരുണ്ട മുടി ആക്കിയതാണോ, ഇത് എങ്ങനെയാ ഇങ്ങനെ ആക്കണത്, ഇത് ശരിക്കുള്ള മുടിയാണോ എന്നൊക്കെ. നമ്മുടെ നാട്ടിൽ നമുക്ക് മിക്കവർക്കും നോക്കുകയാണെങ്കിൽ കേർലി ഹെയർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വേവി ഹെയർ ആണ്. പക്ഷെ ഈ കേർലി ഹെയറിന്റെ ആവശ്യങ്ങൾ എന്താണ്, അതെങ്ങനെയാ സ്റ്റൈൽ ചെയ്യേണ്ടത്, ഇത് നമുക്ക് മിക്കവർക്കും അറിയില്ല. ഞാനിപ്പോൾ ഈ കേർലി ഗേൾ ടെക്നിക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 2.5 years ആയിട്ടുണ്ട്. സ്കൂളിലൊക്കെ ആയിരുന്നപ്പോൾ മുടി ഇങ്ങനെ ശരിക്കും എപ്പോഴും എല്ലാ ദിവസവും വലിച്ച് ചീകി നല്ല ടൈറ്റ് ആയിട്ട് പുറകിൽ അങ്ങോട്ട് ക്ലിപ്പ് ചെയ്ത് അല്ലെങ്കിൽ മെടഞ്ഞിടും. പിന്നെ കോളേജിലെത്തിയപ്പോൾ ഈ ഹെയർ സ്ട്രെയിറ്റനിങ് ഒരു കാര്യം പഠിച്ചു. അപ്പൊ അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6-7 years ഞാൻ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്ത് ഇങ്ങനെ നടന്നു. ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് തോന്നി ഈ ഹെയർ സ്ട്രെയിറ്റിന്റെ കെമിക്കൽസ് ഒക്കെ ഒരുപാട് ഹാർഷാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയ ഇത് മതി, ഇനി നമുക്ക് ആക്ച്വലി എൻ്റെ നാച്ചുറൽ ഹെയർ വെച്ചിട്ട് എന്ത് ചെയ്യാം എന്നൊരു ഒരു തോട്ട് വന്നത്. അപ്പോഴാണ് ഞാൻ അങ്ങനെ പോയി, ഓഫ്കോഴ്സ് നമ്മളെല്ലാവരും ചോദിക്കാറൊരു ആളില്ലേ, ഗൂഗിളിൽ കയറി ഇങ്ങനെ നോക്കി ഹൗ ടു ടേക്ക് കെയർ ഓഫ് മൈ കേർലി ഹെയർ. അപ്പോഴാണ് ദിസ് ഹോൾ വേൾഡ് ഓഫ് കേർലി ഗേൾ ഓപ്പൺ ടു. പക്ഷെ ഓൺലൈൻ നോക്കുകയാണെങ്കിൽ കേർലി ഗേളിനെ കുറിച്ചുള്ള മെത്തേഡ്സും അതിനെ കുറിച്ചുള്ള റിസോഴ്സും ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാവും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഈ CG മെത്തേഡ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അപ്പൊ ഈ ഹോൾ കേർലി ഗേൾ മെത്തേഡിനെ എങ്ങനെ സിമ്പിൾ ആയിട്ട് 7 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് തരാം, അതാണ് എന്റെ വീഡിയോ ഇന്നത്തെ. ഈ സിമ്പിൾ 7 സ്റ്റെപ്പ് വെച്ച് തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുടിയിൽ കുറെ ചേഞ്ചസ് കാണാൻ പറ്റും. ആൻഡ് അൾട്ടിമേറ്റ്ലി യുവർ ഹെയർ വിൽ ട്രാൻസ്ഫോം into beautiful curls. ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനും കൂടി ആയിട്ടാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസും തരും. ഇത് സിമ്പിൾ പ്രോഡക്റ്റ്, നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഈസിലി അവൈലബിൾ പ്രോഡക്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് തരുന്നത്. ഒരു ബിഗിനറിന് ആവശ്യമുള്ള പ്രോഡക്ട്സ്, അധികം എക്സ്പെൻസീവ് അല്ല, നമ്മുടെ ബഡ്ജറ്റിലൊക്കെ കൊള്ളുന്ന ഫ്യൂ പ്രോഡക്ട്സിന്റെ റെക്കമെൻഡേഷൻസ് ഈ വീഡിയോയുടെ അവസാനം ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, മുടി കോമ്പ് വെച്ച് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചീകാൻ പാടില്ല. ബേസിക്കലി നമ്മുടെ കേർലി ഹെയർ ഭയങ്കര ഡ്രൈ ആണ്. സോ അതിന്റെ മോയ്സ്ചർ റിക്വയർമെന്റ്സ് ഒക്കെ സാധാരണ സ്ട്രേറ്റ് ഹെയറിനാട്ടും കൂടുതലാണ്. കോമ്പ് വെച്ചിട്ട് ആക്ച്വലി നമ്മൾ ഈ ഈരുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ നമ്മളുടെ ഈ കേൾ ക്ലംസ് ആയിട്ടിരിക്കുന്നത് അതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കാണുമ്പോൾ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ, നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് മുടി ഈരി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടാവും മുടിയൊക്കെ ഇങ്ങനെ ആകെ വിരിഞ്ഞ് ഫീൽ ലൈക്ക് ഓ മൈ ഗോഡ് മൈ ഹെയർ ഇസ് സോ ഫ്രിസി. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ലൈക്ക് ഡോണ്ട് കോംബ് യുവർ ഡ്രൈ ഹെയർ, ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. അതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് കാണും. അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് അപ്പൊ മുടി ചെട തീർക്കുക, ബിക്കോസ് ഓൾറെഡി നമ്മുടെ കേർലി ഹെയർ ആണ്, അതിങ്ങനെ ചീകാണ്ടും കൂടി ഇരുന്നാൽ ആകെ ചെട പിടിക്കും ഇല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ചെട തീർക്കുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുളിക്കാനായിട്ട് മുമ്പ് കുറച്ച് ഓയിൽ എടുത്തിട്ട് വെറുതെ നമ്മുടെ മുടിയിൽ മാത്രം സ്റ്റാർട്ടിങ് ഫ്രം ദി എൻഡ്സ് കോമ്പ് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെട തീർത്ത് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ ഓയിൽ ഉപയോഗിക്കാത്തവരാണെങ്കിൽ നമ്മൾ ഷാംപൂ ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ പറ്റില്ല. അപ്പോൾ കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞിട്ടായാലും ഈ വൈറ്റ് ടൂത്ത് കോമ്പ് വെച്ചിട്ട് ഒന്ന്, അല്ലെങ്കിൽ കൈ വെച്ചായാലും ഒന്ന് ഡീടാങ്കിൾ ചെയ്ത് കൊടുത്താൽ മുടി ശരിക്കും നന്നായിട്ട് ചെടൊന്നും ഇല്ലാണ്ട് ക്ലീൻ ആയിട്ട് കിട്ടും. ഇതുകൊണ്ടുള്ള മെയിൻ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈ ഹെയറിന് പൊട്ടിക്കാണ്ടും സ്പ്ലിറ്റ് എൻഡ്സ് ഒന്നും വരാണ്ടും അൾട്ടിമേറ്റ്ലി ഫ്രിസിനെയും കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഈ സാധാരണ ഷാംപൂസിന്റെ നമ്മൾ ആക്ച്വലി ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ സൾഫേറ്റ്സ് ഉണ്ടാവും. ഈ സൾഫേറ്റ്സ് എന്താ വെച്ചാൽ അത് ഭയങ്കര ഹാർഷാണ്, അത് നമ്മുടെ സ്കാൽപ്പിൽ പോയിട്ട് അത് ഭയങ്കര ഡ്രൈ ആക്കും. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോഡി അൾട്ടിമേറ്റ്ലി അതിനെ എങ്ങനെയാ റിയാക്ട് ചെയ്യുക, അത് ഇനിയും ഒരുപാട് ഓയിൽ ജനറേറ്റ് ചെയ്യും. അതാണ് നമ്മൾ സാധാരണ ഷാംപൂ ഒക്കെ വെച്ച് കുളിക്കുമ്പോൾ രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ഇതെന്താ എൻ്റെ സ്കാൽപ്പ് ഭയങ്കര ഓയിലി ആയിട്ട് തോന്നും.
That's because your body is producing more oil than it requires for your scalp. നമ്മുടെ ട്രഡീഷണൽ കണ്ടീഷണേഴ്സിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ ഒരു ഹാംഫുൾ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാവും, സിലിക്കോൺസ്. അപ്പോൾ സിലിക്കോൺസ് ആക്ച്വലി ഒരു വാട്ടർ ഇൻസോളിബിൾ ഒരു കെമിക്കലാണ്. അത് നമ്മുടെ ഹെയറിനെ ആക്ച്വലി ഒരു പ്ലാസ്റ്റിക് ഫിലിം പോലെ അതിനെ കോട്ട് ചെയ്യും. അപ്പോൾ ഈ സിലിക്കോൺസ് ഉപയോഗിക്കേണ്ട ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, സിൻസ് ഇറ്റ്സ് വാട്ടർ ഇൻസോളിബിൾ, നമുക്കിത് കഴുകി കളയാൻ സൾഫേറ്റ് ഷാംപൂ തന്നെ വേണം. അപ്പോൾ ദ ബെസ്റ്റ് വേ വുഡ് ബി നമ്മൾ തലയിലിടുന്ന സാധനങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് ഒന്ന് ഫെമിലിയറൈസ് ആവാം. അപ്പോൾ നമ്മൾ ബാക്കിലുള്ള ഇൻഗ്രീഡിയൻസ് വായിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. ആൽക്കഹോൾസ് ആർ ഡ്രൈയിങ്, സിലിക്കോൺ, സൾഫേറ്റ്സ്, ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന CG ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നമ്മുടെ നാച്ചുറൽ ഹെയറിൻ്റെ ടെക്സ്ചേഴ്സ് ഒക്കെ തിരിച്ചു വന്നു തുടങ്ങും. സോ ഒബ്വിയസ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. സോ ടു സ്റ്റാർട്ട് ഔട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്, ISIT-CG. ഈ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ടെൽ യു ഇത് ഹാംഫുൾ ആണോ, ISIT-CG ഫ്രണ്ട്ലി. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് അറ്റ് ജസ്റ്റ് ചിലപ്പോൾ അവർ പ്രോഡക്റ്റിന്റെ മേലൊക്കെ എഴുതിയിട്ടുണ്ടാവും നാച്ചുറൽ പ്രോഡക്റ്റ്, പക്ഷെ ശരിക്കും നമ്മൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ പോകുമ്പോഴാണ് മനസ്സിലാക്കുക ഇറ്റ്സ് നത്തിങ് നാച്ചുറൽ. ഈ എപ്പിസോഡിന്റെ എൻഡിൽ ഞാൻ കുറെ CG ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ടു മേക്ക് ഇറ്റ് ഈസിയർ, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെയാ പ്രോഡക്ട്സ്, പിന്നെ ചില പ്രോഡക്ട്സ് നോക്കിയാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സ്പെൻസീവ് പ്രോഡക്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈ പ്രോഡക്ട്സ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം. സോ മോർ ഓൺ ദാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി എപ്പിസോഡ്. The third point is styling. അപ്പോൾ styling നമ്മൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നോട്ട് ഓൺലി ഫോർ സ്റ്റൈലിംഗ് യുവർ ഹെയർ ആൻഡ് മേക്കിംഗ് ഇറ്റ് ലുക്ക് ബ്യൂട്ടിഫുൾ. പക്ഷേ സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഷാംപൂവും കണ്ടീഷണറൊക്കെ ഇട്ട് കുളിച്ച് ഇറങ്ങുമ്പോൾ വൺ മോർ ലെയർ ഓഫ് മോയ്സ്ചർ കൊടുക്കാനാണ് ഈ ലീവ് ഇൻ ബേസിക്കലി ഉപയോഗിക്കുക. ലീവ് ഇൻ നമ്മൾ ഈ മോയിസ്റ്റ് ഹെയറിലോട്ട് ഇടുമ്പോൾ ഇറ്റ് വിൽ ഗിവ് ഇറ്റ് എ നൈസ് ഷൈൻ ആൻഡ് ടെക്സ്ചർ ആൻഡ് ഓൾസോ ഗിവ് വൺ എക്സ്ട്രാ ലെയർ ഓഫ് മോയ്സ്ചർ നമ്മുടെ മുടി. ജെൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മോയ്സ്ചർ ഒക്കെ നമ്മൾ ഈ മുടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അതിനെ ശരിക്കും ലോക്ക് ചെയ്യാനാണ് ഈ ജെൽ. അപ്പോൾ ട്രഡീഷണലി നമ്മൾ ഈ ജെല്ലെന്ന് കേൾക്കുമ്പോൾ വെരി ഹാംഫുൾ പ്രോഡക്റ്റ് എന്നാണ് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെയായിരുന്നു. ഈ ജെല്ലൊക്കെ ഉപയോഗിക്കുന്നത് മുടിക്ക് നല്ലതാണോ, പക്ഷെ അതൊക്കെ ശരിക്കും ഈ ഡ്രൈയിങ് ജെൽസ് ആയിരുന്നു. നൗ ദർ ആർ ലോട്ട് ഓഫ് CG ഫ്രണ്ട്ലി ജെൽ. അത് ഡിറൈവ് ചെയ്തേക്കുന്നത് ശരിക്കും നാച്ചുറൽ പ്രോഡക്ട്സ് വെച്ചാണ്. ദർ ഇസ് നോ കെമിക്കൽസ് ആഡഡ് ടു ദിസ്. അപ്പോൾ ഈ കൈൻഡ് ഓഫ് ജെൽസ് ഉപയോഗിക്കുന്നതിൽ ദർ ഇസ് നത്തിങ് ഹാംഫുൾ ടു യുവർ ഹെയർ. പിന്നെ ഈ ലീവിനും ജെല്ലൊക്കെ ഇടുമ്പോൾ അതിനൊരു ടെക്നീക്ക് ഉണ്ട്. ശരിക്കും നമ്മൾ ഒരേ സ്ട്രാൻഡും ശരിക്കും കോട്ട് ചെയ്യണ പോലെ ഇട്ടിട്ട് പിന്നെ അതിനൊരു മേലേക്കൊരു സ്ക്രഞ്ചിങ് മോഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ കേൾസിനെ ആ കേൾ പാറ്റേൺ, നാച്ചുറൽ കേൾ പാറ്റേൺ ഫോളോ ചെയ്യാൻ അത് എൻകറേജ് ചെയ്യും. അപ്പോൾ ഈ സ്ക്രഞ്ചിങ് മോഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ വി ആർ അപ്ലൈയിങ് പ്രോഡക്ട്സ് ടു അവർ ഹെയർ. നമ്മൾ സാധാരണ നമ്മുടെ മുടീനെ ഉണക്കാൻ ഉപയോഗിക്കാറുണ്ട് ഈ തോർത്ത് അല്ലേ. അപ്പോൾ തോർത്ത് അല്ലെങ്കിൽ ടർക്കി ടവൽസ് ആർ വെരി റഫ് ടു അവർ ഹെയർ. സോ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ അത് ഒന്നെങ്കിൽ നമ്മുടെ പ്രോഡക്ട്സിനെ ഒരുപാട് അബ്സോർബ് ചെയ്യും. നമ്മളിപ്പോൾ മുടിയിലിട്ട എന്ത് പ്രോഡക്ട്സും ഒരുപാട് ആ ടവലിൽ തന്നെ പോകും. നമ്മളൊരു സാധാരണ ടീഷർട്ട് എടുത്തിട്ട് അത് നമ്മുടെ തലയിൽ ഇങ്ങനെ കെട്ടി വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ അബ്സോർബ് ദി എക്സസ് വാട്ടർ. പക്ഷെ ആ പ്രോഡക്ട്സിനൊന്നും അത് അബ്സോർബ് ചെയ്യില്ല. ഓൾസോ നമ്മുടെ ടീഷർട്ടിന്റെ ടെക്സ്ചർ വളരെ സോഫ്റ്റ് ആണ്. സോ ഇറ്റ് വിൽ നോട്ട് അത് നമ്മുടെ മുടീനെ ഇങ്ങനെ ഒരഞ്ഞിട്ട് അത് ഇറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് മോർ എക്സ്ട്രാ ഫ്രിസ്. ഡീപ്പ് കണ്ടീഷനിങ് ഒന്നുമല്ല. ഇപ്പോൾ നമ്മുടെ ഫേസിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഫേസ് പാക്ക് ഇടില്ലേ, സെയിം തിങ് നമ്മുടെ ഹെയറിന് ഒരു എക്സ്ട്രാ ബൂസ്റ്റ്, എക്സ്ട്രാ മോയ്സ്ചർ, എക്സ്ട്രാ പ്രോട്ടീൻ കൊടുക്കാനാണ് ഈ ഹെയർ കണ്ടീഷനിങ്. അപ്പോൾ ഹെയർ കണ്ടീഷനിങ് അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക്. പിന്നെ നമ്മുടെ ഹെയർ ഹെൽത്ത് ഇംപ്രൂവ് ആവുമ്പോൾ once in 2 weeks or once in a month വരെ പോവാം. പക്ഷേ if you can follow it once a week, it will be very beneficial in the beginning days. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ കണ്ടീഷണർ പോലെയല്ല. അത് ശരിക്കും നമ്മുടെ ഹെയറിനെ പെനിട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ മോളിക്യുലർ ലെവലിൽ നിന്ന് ഒരു ഇംപ്രൂവ്മെന്റ്. ഡീപ്പ് കണ്ടീഷണേഴ്സ് നമ്മൾ വാങ്ങണമെന്നില്ല. നമ്മുടെ വീട്ടിലായാലും കുറെ DIY ഡീപ്പ് കണ്ടീഷണേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. നെക്സ്റ്റ് പോയിന്റ് ഈസ് നമ്മൾ ഈ CG ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വി ഷുഡ് സേ നോ ടു ഹെയർ ഡ്രയേഴ്സ്, ഹെയർ സ്ട്രെയിറ്റ്നേഴ്സ്, എനിത്തിങ് വിച്ച് ഇസ് ഹീറ്റ്. ഈവൻ നല്ല ചൂടുള്ള വെള്ളം പോലും യു ഷുഡ് അവോയ്ഡ് ബിക്കോസ് ഹീറ്റ് വിൽ ഡ്രൈ ഔട്ട് യുവർ ഹെയർ. ആകെ ഡ്രൈ ചെയ്യാൻ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഈ ഡിഫ്യൂസർ മോഡിൽ മീഡിയം ടു ലോ സെറ്റിംഗിൽ ഉപയോഗിക്കാം. പക്ഷേ ഈ ഹോട്ട് എയർ ഡെഫിനറ്റ്ലി അവോയ്ഡ് ചെയ്യണം.
ലാസ്റ്റ് പോയിന്റ് എല്ലാ ദിവസവും തല കഴുകണത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പം നിങ്ങൾ എല്ലാ ദിവസവും തല കഴുകണവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എവറി അതർ ഡേ ആക്കാം, ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കാം. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് തല കഴുകണവരാണെങ്കിൽ എവറി 2 days ആക്കാം. നമ്മൾ എല്ലാ ദിവസവും തല കഴുകുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിലുള്ള സീബം, നാച്ചുറലി പ്രൊഡ്യൂസ് സീബമിനെ അത് നമ്മൾ വാഷ് ഔട്ട് ചെയ്യണം. നമ്മുടെ സ്കാൽപ്പിനെ ശരിക്കും അത് ഹീൽ ചെയ്യാനുള്ള സമയം കൊടുക്കണില്ല. സോ യു നീഡ് ടു മേക്ക് ഷുവർ അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ഔട്ട് ചെയ്യുമ്പോൾ എവറി അതർ ഡേ ആക്കാം നമ്മുടെ ഹെയർ വാഷ്, എല്ലാ ദിവസവും തല കഴുകാണ്ടിരിക്കും. പിന്നെ പതുക്കെ നമ്മൾ ഈ ജേർണിയിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മുടെ ഹെയർ ഹെൽത്ത് ഇംപ്രൂവ് ആവുമ്പോൾ നമുക്ക് എവറി അതർ ഡേ, എവറി 2 days ഒക്കെ ആയിട്ട് സ്ലോലി നമുക്ക് നമ്മുടെ വാഷ് ഡേ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അടുത്തതായി നമുക്ക് CG സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ള പ്രോഡക്ട്സിനെ പരിചയപ്പെടാം. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോണത് അധികം എക്സ്പെൻസീവ് അല്ല, എന്നാൽ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച പ്രോഡക്ട്സ് ആണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ക്വാളിറ്റീനെ കുറിച്ച് കുറച്ച് ഗ്യാരണ്ടി പറയാൻ പറ്റും. അപ്പോൾ പ്രോഡക്ട്സ് കാണാട്ട് മുമ്പ് നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വന്ന് കുറച്ച് ബ്രാൻഡ്സ് ആണ് ഇത്. ഓൾ ഓഫ് ദം ആർ പ്രിറ്റി ഗുഡ് ആൻഡ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന റീസണബിൾ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റെഗുലർ വാഷ് ഡേയുടെ സീക്വൻസിൽ പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഓയിൽ. ഓയിലിംഗ് ഒരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്, പക്ഷേ അത് ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കുറച്ച് ഡ്രോപ്പ് ഓയിൽ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിനെ നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ശരിക്കും നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്ത് ഹെയർ ഗ്രോത്തും പിന്നെ ഒരു സ്കാൽപ്പിനൊക്കെ ഒരു റിഫ്രഷ് ചെയ്യാനൊക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് ഓബ്വിയസ്ലി നമ്മുടെ ഒരു മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അത് ഇമ്പോർട്ടൻ്റായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബിക്കോസ് നമ്മളിപ്പോൾ ഈ കഴുകിക്കളയാൻ ഉപയോഗിക്കുന്നത് സൾഫേറ്റ് ഫ്രീ ഷാംപൂ ആണ്. സോ അത് അത്ര സ്ട്രോങ് അല്ല സാധാരണ ഷാംപൂ പോലെ. അപ്പോൾ നമ്മൾ ഒരുപാട് ഓയിൽ ഉപയോഗിച്ചാൽ അത് നമ്മുടെ മുടിയിൽ അങ്ങനെ വേ ഡൗൺ ചെയ്യും. ഓൾസോ ഓയിൽ ഉപയോഗിച്ച് ചെട തീർക്കാൻ നല്ല എളുപ്പമാണ്. സോ നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് മുടിയുടെ അറ്റം തുടങ്ങി കൈ വെച്ച് ചെട തീർത്താൽ സുഖമായിട്ട് നമുക്ക് കുളിക്കാനായിട്ട് മുന്നേ മുടിയൊക്കെ നന്നായി ചെട തീർത്ത് കളയാം. അപ്പോൾ അടുത്ത നമ്മുടെ സ്റ്റെപ്പിലുള്ളതാണ് ഷാംപൂയിങ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഷാംപൂയിങ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിനെ ക്ലെൻസ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുക 2 പ്രോഡക്ട്സും പ്ലം ആൻഡ് എർത്ത് റിതം രണ്ടും ഞാനിപ്പോൾ കറൻ്റ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷാംപൂസാണ്. രണ്ടും വളരെ നല്ലതാണ്. അതിലത്തെ ഷാംപൂ ബാറിനെയാണ് ഞാൻ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യണത് ബിക്കോസ് ഇറ്റ്സ് മോർ സസ്റ്റൈനബിൾ. പക്ഷേ പ്ലമ്മിൻ്റെ ഷാംപൂ ആയാലും നല്ലതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇപ്പോൾ നമ്മൾ CG ജേർണി സ്റ്റാർട്ട് ചെയ്യേണ്ട ഫസ്റ്റ് വാഷ് നമ്മളെപ്പോഴും ഒരു സൾഫേറ്റ് ഷാംപൂ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് വാഷിൻ്റെ കണ്ടീഷണേഴ്സ് ആ സിലിക്കോൺസിനെ വാഷ് ഔട്ട് ചെയ്യാനാണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു സൾഫേറ്റ് ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്യണം. പിന്നെ സബ്സിക്വൻറ്റ് വാഷസ് ഒക്കെ നമുക്ക് CG ഷാംപൂ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഷാംപൂ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ സ്റ്റെപ്പാണ് കണ്ടീഷനിങ്. കണ്ടീഷനിങ് നമ്മൾ മെയിൻലി ചെയ്യണത് നമ്മുടെ ഹെയറിനെ മോയ്സ്ചറൈസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഓയിൽ ഉപയോഗിച്ച് ഡീറ്റാങ്കിൾ ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടീഷണർ വെച്ചിട്ടായാലും നമുക്ക് കണ്ടീഷണർ ശരിക്കും മുടിയിൽ നന്നായി തേച്ചിട്ട് ആ കണ്ടീഷണർ വെച്ചിട്ട് നമുക്ക് ശരിക്കും നമ്മുടെ മുടീനെ എളുപ്പത്തിൽ ചെട തീർത്ത് കളയാൻ പറ്റും. അപ്പോൾ ഇതല്ലാണ്ട് ചിലപ്പോൾ പ്രോട്ടീൻ കണ്ടീഷണേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ശരിക്കും നമ്മുടെ മുടീനെ ഒരു സ്ട്രെങ്തൻ ചെയ്യാനും സഹായിക്കും. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 2 കണ്ടീഷണേഴ്സ് റിക്വിൽ ആൻഡ് എർത്ത് റിതം രണ്ടും വളരെ നല്ല കണ്ടീഷണേഴ്സാണ്. രണ്ടും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കണ്ടീഷണേഴ്സാണ്. റിക്വിൽ കുറച്ചും കൂടെ സ്ലിപ്പ് ഉണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ഡീറ്റാങ്കിൾ ചെയ്യാൻ എളുപ്പം റിക്വിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷണർ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പാണ് ലീവ് ഇൻ ആക്ച്വലി ഒരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്. നമ്മൾ സ്റ്റാർട്ട് ഔട്ട് ചെയ്യുമ്പോൾ ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് വാങ്ങുന്നത് ഓപ്ഷണലാണ്, പക്ഷേ സ്റ്റെപ്പ് തീർച്ചയായും ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ലീവ്-ഇനിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നമ്മുടെ കണ്ടീഷണർ തന്നെ ഒരു 1/4 പോർഷൻ കണ്ടീഷണറും 3/4 പോർഷൻ വെള്ളവുമായിട്ട് ഒരു സ്പ്രേ ബോട്ടിലിൽ ശരിക്കും മിക്സ് ചെയ്തിട്ട് നമ്മുടെ നനഞ്ഞ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കതൊരു ലീവ്-ഇൻ ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന എൻ്റെ പ്രോഡക്ട്സ് അഷ്ബ ആൻഡ് അറാട്ട് രണ്ടും വളരെ നല്ല പ്രോഡക്ട്സ് ആണ്. അഷ്ബ ഇത്രയും കൂടെ ഒരു എക്സ്പെൻസീവ് സൈഡിലാണ്, പക്ഷേ സ്റ്റാർട്ട് ഔട്ട് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അറാട്ട ഉപയോഗിക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ജെൽ. അപ്പോൾ ജെൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മെയിൻ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മോയ്സ്ചറൈസ് ചെയ്ത മുടീനെ നന്നായി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ കേൾ ഡെഫിനിഷനും കീപ്പ് ചെയ്യാനാണ് ജെൽ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങണ്ടെങ്കിൽ എളുപ്പത്തിലൊരു ഫ്ലാക്സ് സീഡ് ജെൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് അലോവേറ ജെൽ ആയിട്ടായാലും ഉപയോഗിക്കാം. ഇതല്ലാണ്ട് ഇപ്പോൾ അഷ്ബയുടെ ആ സെറ്റ് വെറ്റ് ജെൽ വരെ CG ഫ്രണ്ട്ലി ജെൽസാണ്.
ഇനി നമ്മുടെ മുടിക്കൊരു എക്സ്ട്രാ നറിഷ്മെൻറ്റ്, എക്സ്ട്രാ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഡീപ്പ് കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡീപ്പ് കണ്ടീഷണർ നമുക്ക് ഈസിലി വീട്ടിൽ എന്താണെച്ചാലും ഉണ്ടാക്കാം. കുറേ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, റെസിപ്പീസ് ഉണ്ട്, ഈ എങ്ങനെയാണ് ഈ DIY ഡീപ്പ് കണ്ടീഷണേഴ്സ് ഉണ്ടാക്കാൻ പറ്റുക. അതല്ലെങ്കിൽ പ്ലമ്മിൻ്റെ ഡീപ്പ് കണ്ടീഷണർ ഒരു വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്. ഈ വീഡിയോയിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾവേസ് റിമെമ്പർ, ഇത് കുറച്ച് സമയമെടുക്കും. സോ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് പേഷ്യൻസ്. അപ്പോൾ ആ പേഷ്യൻസ് വെച്ചിട്ട് സ്ലോലി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. പറ്റുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിങ് ഓഫ് യർ ജേർണിയിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ CG ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് വരും. സോ മേക്ക് ഷുവർ യു കണക്ട് വിത്ത് മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ DMs എത്ര എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഐ വിൽ ട്രൈ ആൻഡ് ഹെൽപ്പ് യു ഔട്ട്. അറ്റ്ലീസ്റ്റ് ഒരു 6 months കൊടുക്കുക ടു സ്റ്റാർട്ട് സീയിങ് റിസൾട്ട്സ്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി തന്നെ വിതിൻ 1 or 2 months നമുക്ക് ഒരുപാട് റിസൾട്ട്സ് കണ്ടു തുടങ്ങും. പിന്നെ ഈ CG ടെക്നിക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് സംസാരിക്കാൻ പറ്റും. ലൈക്ക് ഡിഫറെൻറ്റ് ടെക്നീക്സ്, ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്, ദർ ഈസ് എ ലോട്ട് ഐ കൻ ടോക്ക് അബൌട്ട്. പക്ഷേ ഇതൊരു വെറും ഒരു സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങളിപ്പോൾ ഈ CG ടെക്നിക്ക് എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഒരു ബിഗിനർ ആകുമ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട്, ഈ 7 പോയിന്റ് വെച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് പോകും തോറും ലെറ്റ് മീ നോ എന്തൊക്കെ കമൻറ്റ്സ് ഉണ്ട്, അതിനനുസരിച്ച് ഞാൻ ഇനിയും വീഡിയോസ് ഉണ്ടാക്കാം ടു ഹെൽപ്പ് യു ഔട്ട്. അപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ റാപ്പപ്പ് ചെയ്യാണ്. മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മേക്ക് ഷുവർ യു ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. I'll see you again next week with a new video. Until next time, take care my loves. It's me Devi, signing out. മെയിൻ ഗുണം എന്തെന്ന്